അങ്ങനെ 2023 തീരാറായി. ഒരു അടിപൊളി വർഷമായിരുന്നു ആസ് എ ഫിലിം ലവർ പറയുകയാണെങ്കിൽ. ഒരുപാട് നല്ല മൂവീസും സീരീസും ഒരുപാട് കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവീസൊക്കെ കണ്ട ഒരു വർഷമാണ് 2022 വെച്ച് നോക്കുമ്പോൾ. ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് മോശപ്പെട്ട മൂവീസും കണ്ട ഒരു വർഷം കൂടിയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് പോയി കണ്ടിട്ട് ഒരു ഫീൽ തരാത്ത ഒരുപാട് മൂവീസ് ഈ വർഷം ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2023 ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് വൺ ഓഫ് ദ കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന കുറച്ച് മൂവീസിനെ കുറിച്ചാണ്. ഒരുപാട് മൂവീസ് കണ്ടായിരുന്നു, ഒരുപാട് മൂവീസിനെ കുറിച്ച് റിവ്യൂ ചെയ്തായിരുന്നു. പക്ഷെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊരു എലമെന്റ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് മൂവീസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഒരുപാട് മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിരിക്കാം. ഈ പറയുന്നതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ലിയോ. ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. ഒരുപാട് പേർക്ക് മൂവി ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കറിയാം. ആ സെക്കൻഡ് ഹാഫ് ഒന്നും അത്ര വർക്കൗട്ട് ആകാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിരുന്നു എനിക്ക് ലിയോ എന്ന് പറയുന്നത്. അതുമല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന ഒരു മൂവിയും കൂടിയാണ്. കാരണം ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. ഒരുപാട് ഹൈപ്പ് അല്ലെങ്കിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക, ടോപ്പ് ഇരുന്നിട്ട് പോയിക്കൊണ്ട ഒരു മൂവിയാണ്. ആ ഒരു ഫാൻ ഷോ ഒക്കെ കണ്ടവർക്ക് അറിയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കണ്ടവർക്കൊക്കെ അറിയാം അത് എങ്ങനെയായിരുന്നു ഒരു ഫീൽ എന്ന് പറയുന്നത്. തിയേറ്റർ ഫുൾ വെറും പൊളി വൈബായിരുന്നു. ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടത് 4K ഡോൾബി അറ്റ്മോസിലായിരുന്നു, പിന്നീട് കണ്ടത് IMAX ആയിരുന്നു. സോ 2 തിയേറ്റേഴ്സിലും വൺ ഓഫ് ദ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു മൂവിയുടെ എൻ്റെ പ്രസന്റേഷൻ ആയാലും എക്സിക്യൂഷൻ ആയാലും ക്യാരക്ടേഴ്സിന്റെ ആയാലും എല്ലാം കിടിലായിരുന്നു. ഞാൻ എന്താണോ പ്രതീക്ഷിച്ച ആ ഒരു മൂവിക്ക് പോയത്, ആ ഒരു ഔട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് ഓഫ് 2023 ആണ് ലിയോ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ജയിലർ. ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു മൂവി വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് എല്ലാവരും പോയി കണ്ടത്, ഞാൻ ഉൾപ്പെടെ. കാരണം നെൽസന്റെ ഒരു വൺ കംബാക്ക് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ മനസ്സിലുള്ളൂ. അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയാലും ഒരുപാട് കാലം ഒരു നല്ലൊരു മൂവി വന്നിട്ടാണ്. സോ അങ്ങനത്തെ ഒരു ഇതിൽ പോയി കണ്ടപ്പോൾ എൻ്റെ മോനെ കിട്ടിയിലും എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ആ ഒരു ഫസ്റ്റ് ഡേ കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ലാലേട്ടൻ്റെ ഇൻട്രോ ആയാലും ശിവരാജ് കുമാറിൻ്റെ ഇൻട്രോ ആയാലും എല്ലാം വൻ പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. അത്രമാത്രം ഓരോ സീനും അത്ര അടിപൊളിയായിട്ട്. നമ്മൾ എന്താ പറയുക, ഒരു ഫെസ്റ്റിവലൊക്കെ ഇരിക്കത്തില്ലേ, ലിയോയെ അതുപോലെയായിരുന്നു. പക്ഷെ എന്നാലും ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി ഇരുന്നിട്ട് ആ ഒരു വമ്പൻ ട്രീറ്റൊക്കെ കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായിരുന്നു ജയിലർ എന്ന മൂവിക്ക് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നീട് ജോൺ വിക് 4ന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേർക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ എൻഡിങ് അതായിരുന്നു, അല്ലെങ്കിൽ സ്റ്റോറി ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു ഒപ്പീനിയൻ പറയാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കിടില മൂവി ആയിരുന്നു. അതിനേക്കാളും വൺ ഓഫ് ദ കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് മാത്രമല്ല, ഏതൊരു ഫൈറ്റ് സീക്വൻസ് ആയാലും ആ സൗണ്ടും ആ ഫൈറ്റ് സീക്വൻസും ആക്ഷൻ കൊറിയോഗ്രാഫിയും കളറിങ് ക്യാമറ എല്ലാം എടുത്തു പറയണ മൂവിയിൽ എല്ലാം പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വർഷം ഞാൻ കണ്ടതിൽ തിയേറ്റർ എക്സ്പീരിയൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് നിൽക്കുന്ന ഒരു മൂവിയും കൂടിയാണ് ജോൺ വിക് 4 എന്ന് പറയുന്നത്. പിന്നീട് ജോൺ വിക് പോലത്തെ ഒരു മൂവി ആയിരുന്നു സിസു. അതും വൺ ഓഫ് ദ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റോറി എന്ന് പറയുന്നത് ആ മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കണ്ടു നോക്കുക. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു റിവെഞ്ചെന്നോ അല്ലെങ്കിൽ ഒരു ത്രില്ലറെന്നോ എങ്ങനെ വേണം നമുക്കത് പറയാം. ആൻഡ് അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. മറ്റേ ഈ ലോജിക്കും കാര്യങ്ങളും വെച്ചൊന്നും പോരുത്, അങ്ങനെ ഇല്ലാതെ തന്നെ പോയി കണ്ടിട്ട് വൺ ഓഫ് ദ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത്. ആ ഒരു ഫൈറ്റ് സീക്വൻസും ആ ഒരു വാർ സമയത്തൊക്കെയാണ് ആ ഒരു എൻ്റയർ മൂവിയുടെ സ്റ്റോറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എൻ്റയർ മൂവി തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. പിന്നീടുള്ളത് മിഷൻ ഇമ്പോസിബിൾ 7. ഞാൻ IMAXിലാണ് ആ മൂവി കാണുന്നത്. ഓപ്പൺഹൈമറിന് 1 month മുമ്പ് എന്താണ് ആ മൂവി റിലീസ് ആവുന്നത്. അന്ന് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, IMAX സ്ക്രീനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫുള്ളി മറ്റേ IMAX റേഷ്യോയിലായിരിക്കും സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രം IMAXിലാണ് പോയി കണ്ടത്. പക്ഷേ IMAX റേഷ്യോ അല്ലായിരുന്നു, നോർമലായിരുന്നു. പക്ഷേ എന്നാൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു സ്റ്റണ്ട് ഉണ്ടല്ലോ, ലോകത്ത് വേറെ ആർക്കും ഇനി ചെയ്യാനും പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ ആരും ചെയ്യാനും പോകുന്നില്ല. ടോം ക്രൂസിന്റെ ആ ഒരു ബൈക്ക് സ്റ്റണ്ട് ആ മലേൻ്റെ മുകളിൽ, എൻ്റെ മോനെ അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ ആ യൂട്യൂബിൽ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ട് ഇങ്ങനെ വന്ന സാധനമാണൊക്കെ നമ്മൾ കണ്ടിട്ട് മടുത്തൊക്കെ ഇങ്ങനെ ചാടും. അത് ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടെങ്കിലും ആ ഒരു സിനിമയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഫുൾ ഇങ്ങനെ ആ ഒരു ഷോട്ട് ഇങ്ങനെ എൻ്റെ മോനെ അത് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഫുള്ളിരുന്ന ആ ഒരു എൻ്റയർ മൂവിൽ നമ്മൾ എപ്പോൾ ആ ഒരു സീൻ വരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു സീൻ വന്ന അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സീൻ മാത്രമല്ല, എൻ്റയർ മൂവി വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീടുള്ളത് ഓപ്പൺഹൈമർ. ഒരു വൺ ഓഫ് ദ ഹെൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു മൂവിക്ക്. ഒരുപാട് IMAXിൽ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും IMAX ക്യാമറയിൽ എനിക്ക് തോന്നുന്നു 65mm ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലാണ് ഓപ്പൺഹൈമർ ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. ആ ഒരു സൗണ്ടും ആ ഒരു പ്രസൻറ്റേഷനും ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ഒരു സീക്വൻസ് പോലെ അല്ലെങ്കിൽ ഒരു സീൻ പോലും ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണെടുക്കാതിരുന്ന് കാണും. എൻ്റെ പേഴ്സണലായിട്ട് ഭയങ്കര ഫേവറേറ്റ് മൂവിയാണ്. ഒരുപാട് ഒരു മൂവി കണ്ടിട്ട് ഭയങ്കര ലാഗാണ് കാര്യങ്ങളാണ്, അതിലൊന്നുമില്ല. ഒരു ബയോപിക്കാണ്, അവിടെ മറ്റേ ആക്ഷൻ കൊറിയോഗ്രാഫീസും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറേ പേർക്ക് ആ ഒരു മൂവി ഓക്കെ എന്നുള്ള ഫീൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി ഞാൻ പറയാം, ആ മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതും IMAXിൽ കാണാൻ, അതും IMAXിൽ കാണാൻ വേറെ ലെവലായിരുന്നു. ആ ഒരു ബോംബ് ബ്ലാസ്റ്റിൻ്റെ സീനൊക്കെ ഉണ്ടല്ലോ, സാധനമായിരുന്നു. അത് ഒരിക്കലും മറക്കത്തില്ല ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
പിന്നെയുള്ള മൂവിയാണ് സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർ വേഴ്സ്. അത് ഞാൻ ഐമാക്സിലാണ് കണ്ട, കിഡിലുമായിരുന്നു. ഫസ്റ്റ് പാർട്ട് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റിലുള്ള ഒരു മൂവിയും കൂടിയാണ്. പക്ഷേ അത് ഞാൻ തിയേറ്ററിലല്ല ഒരു മൂവി കാണുന്നത്, അതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റിലുള്ള ഒരു മൂവിയും കൂടിയാണ്. സോ സെക്കൻഡ് പാർട്ട് വരുന്നു പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു മൂവി, ആ ഒരു ആനിമേഷൻ ക്വാളിറ്റി, ആ ഒരു എൻ്റെ മൂവിയുടെ മേക്കിംഗ് ഒക്കെ കാണാനായിട്ട്. സോ ആ ഒരു മൂവി ഐമാക്സിൽ കണ്ടപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, കിഡിലുമായിരുന്നു. ഓരോ സീക്വൻസും അടിപൊളിയായിരുന്നു. അതിപ്പോൾ ഐമാക്സിൽ കണ്ടാലും ശരി, നോർമൽ 4K കണ്ടാലും ശരി, അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പിന്നെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് വൺ ഓഫ് ദ കിഡിലെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഐമാക്സിൽ പോയാൽ അതുപോലെ തന്നെ ഒരു വൺ ഓഫ് ദ അടിപൊളി ഔട്ട്പുട്ട് ആയിരുന്നു ആ മൂവിയുടെ. അതിലൊരു സീൻ ഉണ്ടല്ലോ, ഒരു ചേസിങ് സീൻ, ഒരുപാട് സ്പൈഡേഴ്സ് ഒക്കെ ചേസ് ചെയ്യണം, ഒരു രക്ഷയില്ലാത്ത എല്ലാ സീൻസും അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. സോ അതും വൺ ഓഫ് ദ കിഡിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവീസ് ആയിരുന്നു. പിന്നെയുള്ള ഒരു മൂവിയാണ്, ഒരു ഗെയിം ബേസ്ഡ് മൂവിയാണ് ഗ്രാൻ ടൂറിസമോ. ഇതും ഞാൻ ഐമാക്സിലാണ് കണ്ട, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഗെയിം ബേസ്ഡ് മൂവിയാണ്, സിനിമ കണ്ടവർക്ക് അറിയാം. ഒരു ഫോർമുല വൺ അല്ലല്ലോ, മറ്റേ കാർ റേസിംഗ്, ആ ഒരു ഗെയിമിനെ കുറിച്ചുള്ള ഒരു മൂവിയാണ്. രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആ ഗെയിം അറിയാം, അങ്ങനെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഐമാക്സിൽ കാണണമെന്നല്ലായിരുന്നു, തിയേറ്റേഴ്സിലായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ട്രിവാൻഡ്രത്ത് ഐമാക്സ് ഉണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടു. അങ്ങനെ റാൻഡംലി ചൂസ് ചെയ്തതാണ്, അല്ലാതെ ഐമാക്സിന് തന്നെ പോയി കാണണമെന്നായിരുന്നില്ല. പക്ഷേ ഐമാക്സിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു കുറേ കിടിലം കാർസും കിടിലം കാർ ചേസും റേസിങ്ങും അങ്ങനത്തെ കുറേ മെറ്റീരിയൽ ഉണ്ടല്ലോ, എല്ലാം കിഡിലുമായിരുന്നു. അത് ഞാൻ ഐമാക്സ് കണ്ടുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു എക്സ്പീരിയൻസ് വൈസ് അത് പൊളി സാധനമായിരുന്നു, വേറെ ലെവലായിരുന്നു ആ ഒരു പർട്ടിക്കുലർ മൂവി എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു മൂവിയാണ് A24 ടോക്ക് ടു മീ. ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്, കാരണം A24 മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് സ്റ്റൈലാണ് അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലാണ് ആ ഒരു മൂവിയുടെ പ്രസൻറ്റേഷൻ ഒക്കെ. പക്ഷേ ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഒരു ഹൊറർ മൂവിയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ടും സീനും പ്രസൻറ്റേഷനും ആ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷനും. എനിക്കൊന്ന് 2 യൂട്യൂബേഴ്സ് എന്താണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത്, ഓസ്ട്രേലിയയിലുള്ള. ഈ മൂവിയുടെ ഫസ്റ്റ് കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. അതും ലാസ്റ്റ് വരുന്ന സീക്വൻസ് ആയാലും പിന്നെ ഈ ഹൊറർ എലമെന്റ്സ് കാണിക്കുന്ന സീക്വൻസ് ആയാലും എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നീടുള്ള മൂവിയാണ് കാർത്തിക് സുബ്രാജിന്റെ ജിഗർതണ്ട XX. അത് വൺ ഓഫ് ദ കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു എൻ്റയർ മൂവി, ആ ഒരു മൂവി സംസാരിച്ച കോണ്ടന്റ് എല്ലാം അടിപൊളിയായിരുന്നു. അതും മൂവിയിലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത് വേറെ ലെവലായിരുന്നു. ആ സൗണ്ടും ആ ഒരു ആക്ഷൻ സീക്വൻസും ആ ഒരു എൻ്റെ പ്രസന്റേഷനും ഓരോ സീൻസിന്റെ എക്സിക്യൂഷനും എല്ലാം നൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവി തിയേറ്ററിൽ കണ്ടപ്പോഴും ഒരു വൺ ഓഫ് ദ അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നീട് ഞാൻ 2 മൂവീസ് റിലീസ് ആയപ്പോൾ പോയി കണ്ടായിരുന്നു, ഒന്ന് ഗ്രാവിറ്റി, ഒന്ന് ഇൻഡർസ്റ്റെല്ലാറും. ഗ്രാവിറ്റി ഞാൻ ഐമാക്സിലായിരുന്നു, ഇൻഡർസ്റ്റെല്ലാർ ഒരു PVR സ്ക്രീനിലായിരുന്നു. 2 മൂവീസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രാവിറ്റി എന്ന് പറയുന്ന ഐമാക്സിലാണ് ഞാൻ കണ്ടത്. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞറിയിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരു 10 വർഷം മുമ്പ് ആ ഒരു മൂവി റിലീസായിരുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ TV-യിലും കമ്പ്യൂട്ടറിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈക്ക് സ്പേസിൽ നിന്ന് സർവൈവ് ചെയ്യുന്നു, പുറത്ത് വരുന്ന ആ ഒരു സ്റ്റോറി വൈസും പ്രസൻറ്റേഷനും അപ്പോൾ തന്നെ ആ മൂവി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത്ര വർഷത്തിന് ശേഷം ആ ഒരു ഐമാക്സ് സ്ക്രീനിലൊക്കെ ഒരു മൂവി കാണുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഓരോ സീനും ഓരോ സീക്വൻസും അടിപൊളിയായിരുന്നു. ഡോൾബി അറ്റ്മോസ്ഫിയർ, സറൗണ്ടിങ്സും വിഷ്വലും എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു ഗ്രാവിറ്റി എന്ന് പറയുന്ന മൂവി. പിന്നെ മറ്റേത് ഇൻഡർസ്റ്റെല്ലാറും ഉണ്ടായിരുന്നു, ഇൻസെപ്ഷനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇൻസെപ്ഷൻ എനിക്ക് മിസ്സായിപ്പോയി, ഇൻഡർസ്റ്റെല്ലാർ പോയി കണ്ടായിരുന്നു. മാൻ, അത് നമ്മൾ ഇനി എത്ര കണ്ടാലും ഇനി എപ്പോഴൊക്കെ മൂവി കണ്ടാലും ഭയങ്കര രീതിയിലുള്ള ഫ്രഷ്നെസ്സും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് കാണും. അങ്ങനെ പറയാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ് ഇൻഡർസ്റ്റെല്ലാർ എന്ന് പറയുന്നത്. ക്രിസ്റ്റഫർ നോളൻ അറിയാലോ എങ്ങനെയാണ് ആ ഒരു മൂവി മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓഡിയൻസിൽ ആ മൂവി പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ തന്നെ നമ്മളെ കിളിയൊക്കെ പറക്കും. സോ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ എല്ലാ എലമെന്റ്സും അല്ലെങ്കിൽ എല്ലാ സൈഡും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് റിലീസായ അല്ലെങ്കിൽ വൺ ഓഫ് ദ കിഡിലം തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊരു മൂവിയാണ് ഇൻഡർസ്റ്റെല്ലാർ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു എൻ്റയർ മൂവിയിലെ എല്ലാ സീൻസും വൻ പൊളിയായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. അതും ആ ഒരു പ്ലാനറ്റിൽ പോകുമ്പോൾ ടിക് ടിക് സൗണ്ടും അവർ ആ ട്രാവൽ ചെയ്യുന്നതും ആ ഒരു ക്ലൈമാക്സ് പോർഷൻസും എല്ലാം ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു മൂവി എന്ന് പറയുന്നത്. സോ ഈ മൂവീസൊക്കെയാണ് ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന മൂവീസ്. ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് മൂവീസ് മാത്രമേ ആ ഒരു തിയേറ്ററിൽ പോയി കണ്ടിട്ട് ആ ഒരു വൺ ഓഫ് ദ കിഡിലം എക്സ്പീരിയൻസ് കിട്ടിയ മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് വീക്കും കൂടി ഒരു വലിയൊരു മൂവി ഞാൻ പോയി കണ്ടായിരുന്നു, പക്ഷേ അതും വലിയൊരു ഫീൽ കിട്ടിയിട്ടില്ല. സോ 2023 നിങ്ങൾ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ മൂവി ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.